ഇതാണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വാങ്ങിച്ച പുതിയ ക്രിസാന്തം പ്ലാന്റ്. ഈ പ്ലാന്റും നമ്മൾ ഈ വൈറ്റും പീച്ചും കൂടെ ചേർന്ന് ഈ 2 പോട്ടുകളാണ് നമ്മൾ ഈ ലാസ്റ്റ് മേടിച്ചത്. ഇത് 2 മാസം മുമ്പ് വാങ്ങിച്ചതാണ്. അന്ന് കംപ്ലീറ്റ് മുട്ടുകളായിരുന്നു. ഇപ്പോഴാണ് ഫ്ലവർ ചെയ്ത് ഭയങ്കര എടുത്ത് കാണിക്കുന്ന ഒരു യെല്ലോയാണ് കേട്ടോ. സൂപ്പർ, നല്ല നമ്മുടെ ഈ അങ്ങനെ എടുത്ത് കാണിക്കുന്ന നല്ല സൂപ്പർ കളറാണ്. ആംബുലൻസ് സൗണ്ട് കാരണം ഞാനൊന്ന് പൗസ് ചെയ്തതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഞാൻ മേടിച്ചത്. ഞാനിത് വളർത്തി എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്ലാന്റേ വാങ്ങിച്ചോളൂ. ആദ്യമായിട്ട് ഒരു പോട്ടിൽ തന്നെ ഒരു 5 പ്ലാന്റ് ആയിട്ടായിരുന്നു. അത് ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാം വിരിഞ്ഞ പൂക്കളെ ആ സമയം കഴിയുമ്പോൾ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ പോട്ടിനെ 5 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് ആ ചെടികളെ 5 ആക്കി ഞാൻ നട്ടു. അങ്ങനെ ഇവിടെ 2 പോട്ടുണ്ട്, അതേപോലെ അങ്ങ് അറ്റത്ത് എടുക്കുന്നുണ്ട്, പിന്നെ 2 പോട്ട് ബാക്കിലുണ്ട്. അങ്ങനെ ഇത് എനിക്ക് എളുപ്പം പിടിച്ച് കിട്ടി. പിന്നെ ഇതിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞു പോകുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തിവെച്ചതൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാരല്ല എനിക്ക് തോന്നുന്നു. പിന്നെ മഴയൊക്കെ നനയാതെ നോക്കി. ഇത് ഞാൻ ഇതേപോലെ ഒരു പോട്ടിലാക്കിയത് ഞാൻ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു പോട്ട്. ഇതെൻ്റെ ഇല്ലാത്ത ആ സമയത്തില്ലായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ് ആ പോട്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലപ്പം ഒരു ചെറിയൊരു പൂന്തോട്ടമായി. ഈ പൂക്കൾ കഴിയും വരെ നല്ല രസമായിരിക്കും. ഈ പൂക്കൾ ഒത്തിരി നാൾ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ ഫ്ലവർ കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഇതും ഏകദേശം അവസാനം പോയപ്പം വാങ്ങിച്ചതായിരുന്നു. ഇതും വാങ്ങിക്കും മുമ്പ്, പക്ഷേ ഇതും ആ യെല്ലോയാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. വൈറ്റും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്, ഇവർ 2 പേരും വാങ്ങിച്ചത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്രിസാന്തമം വിശേഷങ്ങൾ.